വെൽക്കം ടു ശിക്ഷക് മിത്ര. ഇന്ന് നമ്മൾ SCERT 8th സ്റ്റാൻഡേർഡിലെ ഹിന്ദി ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ജൂലിയ ഓർ ലൂണ എന്ന് പറയുന്ന കഹാനിയാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. തുടർന്നുള്ള വീഡിയോസ് ലഭ്യമാകുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യൂ. അപ്പോൾ നമുക്കിനി ചാപ്റ്ററിലേക്ക് കടക്കാം. ഇതൊരു കഹാനിയാണ്, പ്രോക്തി എന്ന് പറയുന്നത് കഹാനിയാണ്. അപ്പോൾ ഇതിൻ്റെ പേര് എന്താണ്? ജൂലിയ ഓർ ലൂണ. എഴുതിയിട്ടുള്ളത് നേഹ സിംഗ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. एक रोज़ कुछ हट्टे कट्टे आदमी एक बड़े से पेड़ को काटने पहुँचे. एक रोज़ कुछ हट्टे कट्टे आदमी एक बड़े से पेड़ को काटने पहुँचे. ഒരു ദിവസം എന്ത് ചെയ്തു? കുറച്ച് തടിച്ചിട്ടുള്ള ശക്തരായിട്ടുള്ള മനുഷ്യർ ഒരു വലിയ മരം വെട്ടാനായിട്ട് എത്തി. ഹട്ടേ കട്ടെ, ഹട്ടേ എന്ന് പറഞ്ഞാൽ ഇച്ചിരി തടിച്ചിട്ടുള്ള, കട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ്? ശക്തരായ മനുഷ്യർ. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഒരു വലിയ മരം വെട്ടാനായിട്ട് എത്തി. എക് ലഡ്കിനെ ഉനേം ദേഖ് ലിയ. അപ്പോൾ എന്ത് ചെയ്തു? ഒരു പെൺകുട്ടി അവരെ കണ്ടു. ആ മരം വെട്ടാൻ വന്ന ആൾക്കാരെ എന്ത് ചെയ്തു? ഒരു പെൺകുട്ടി കണ്ടു. വഹ് ചട്ട് പേട് പർ ചട്ട് ഗയി. അപ്പോൾ എന്ത് ചെയ്തു? ഈ പെൺകുട്ടി കണ്ടു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവൾ എന്ത് ചെയ്തു? പെട്ടെന്ന് അവൾ എന്ത് ചെയ്തു? മരത്തിൽ കയറി. വഹ് ചട്ട് പേട് പർ ചട്ട് ഗയി. അവൾ പെട്ടെന്ന് മരത്തിൽ കയറി. ആദ്മിയോം നെ പഹലെ ഉസെ സമझായ ഫിർ ധമകായ ബഹുത് ഡരായ. അപ്പോൾ എന്ത് ചെയ്തു? ആ വന്ന ആൾക്കാരുണ്ടല്ലോ, അവരെന്ത് ചെയ്തു? ആദ്യം അവളോട് കാര്യങ്ങൾ പറഞ്ഞു. പഹലെ ഉസെ സമझായ, ആദ്യം കാര്യങ്ങൾ പറഞ്ഞ് എന്ത് ചെയ്തു? മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു. പിന്നെ എന്ത് ചെയ്തു? ഫിർ ധമകായ എന്ന് വെച്ചാൽ എന്താണ്? പിന്നെ എന്ത് ചെയ്തു? അവർ ഭീഷണിപ്പെടുത്തി ആ പെൺകുട്ടിയെ. പിന്നെ എന്ത് ചെയ്തു? ബഹുത് ഡരായ, വല്ലാതെ പേടിപ്പിച്ചു. മാം നഹീം ഉദറൂങ്കി. ഞാൻ താഴെ ഇറങ്ങില്ല. ആര് പറയാണ്? ആ പെൺകുട്ടി പറയാണ് മാം നഹീം ഉദറൂങ്കി. ലഡ്കി ചില്ലായി ഓർ ഏക് ശാഖ പർ ജാ ബൈഠി. പെൺകുട്ടി എന്ത് ചെയ്തു? ഉറക്കെ വിളിച്ച് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഒരു കൊമ്പിൽ പോയി ഇരുന്നു. ചില്ലായി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? ഉറക്കെ ഉച്ചത്തിൽ വിളിച്ച് പറയുക. ഏക്ക് ഓർ ഏക് ശാഖ പർ ജാ ബൈഠി. എന്ത് ചെയ്തു? ഉറക്കെ വിളിച്ച് പറഞ്ഞിട്ടൊരു കൊമ്പിൽ പോയിട്ട് ഇരുന്നു. ആദ്മിയോം നെ സോച്ചാ ആഖിർ കഭി തോ ഉദരേഗി തബ് കാട്ടേങ്കെ പേട്കോ. അപ്പോൾ ആ മനുഷ്യർ എന്ത് വിചാരിച്ചു? എങ്ങനെ ആയാലും അവൾ എപ്പോഴെങ്കിലും താഴെ ഇറങ്ങുമല്ലോ, അപ്പോൾ നമുക്ക് മരം വെട്ടാം. ദിൻ ഹഫ്തെ മഹീനെ ബീത് ഗയേ. എന്താണ്? ദിൻ ദിവസങ്ങളും, ഹഫ്തെ ആഴ്ചകളും, മഹീനെ മാസങ്ങളും കടന്നുപോയി. പർ ലഡ്കി തോ ഉതരേ ഹി നഹീം. എന്നാൽ എന്ത് ചെയ്തു? ഈ ദിവസങ്ങളും മാസങ്ങളും ആഴ്ചകളൊക്കെ കഴിഞ്ഞു പോയിട്ട് എന്ത് ചെയ്തില്ല? ആ പെൺകുട്ടി താഴെ ഇറങ്ങിയതേ ഇല്ല. പർ ലഡ്കി തോ ഉതരേ ഹി നഹീം. പെൺകുട്ടി താഴെ ഇറങ്ങിയതേ ഇല്ല. ലോഗോं को जब पता चला तो उसके लिए खाना, पानी, स्टव, किताबें, गद्दे, कंबल, कपड़े सब ले आए. എന്താണ്? ആളുകൾക്ക് എന്താണ് ഈ വിവരം ലഭിച്ചപ്പോൾ എന്ത് ചെയ്തു? ഈ കുട്ടി ഇങ്ങനെ മരത്തിൻ്റെ മുകളിൽ ഇരുന്നിങ്ങനെ എന്താണ് മരം മുറിക്കാനായിട്ട് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം ആ നാട്ടുകാരൊക്കെ അറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവൾക്ക് വേണ്ടി എന്ത് ചെയ്തു? ഭക്ഷണവും വെള്ളവും സ്റ്റൗവും പുസ്തകങ്ങളും മെത്തകളും കമ്പിളികളും വസ്ത്രങ്ങളും എല്ലാം കൊണ്ടുവന്നു. ഖാന എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണം, പാനി വെള്ളം, സ്റ്റൗ, പിന്നെ കിതാബ് പുസ്തകങ്ങൾ, ഗദ്ദെ എന്താണ്? മെത്തകൾ, പിന്നെ എന്താണ്? കമ്പൽ കമ്പിളികൾ, കപ്പടെ എന്താണ്? വസ്ത്രങ്ങൾ എല്ലാം എന്ത് ചെയ്തവർ കൊണ്ടുവന്നു. ശുക്രിയ ലഡ്കി ചക് ചഹായി. എന്താണ്? നന്ദി. നന്ദി എന്ന ആരാണ്? പെൺകുട്ടി ആരോട് ഈ വസ്തുക്കളൊക്കെ കൊണ്ടുവന്ന് കൊടുത്തില്ലേ ആ നാട്ടുകാരോട് കുട്ടി എന്ത് പറയുകയാണ്? നന്ദി പറയുകയാണ്. ചക് ചഹായി എന്ന് പറഞ്ഞാൽ ചിലച്ചു എന്നുള്ളൊരർത്ഥമാണ്. ഇവിടെ പെൺകുട്ടി സന്തോഷത്തോടെ അങ്ങനെ നന്ദി പറഞ്ഞു. ഉസ്നെ ചിടിയോം കി തരക് പേട് പർ അപ്നാ ഘോംസല ബനാ ലിയ. അവൾ എന്ത് ചെയ്തു? ചിടിയോം ഹി തരക് പക്ഷികളെ പോലെ എന്ത് ചെയ്തു? മരത്തിൽ അവൾക്ക് വേണ്ടി തന്നെ കൂടുണ്ടാക്കി. ബാരിഷായി എന്ത് ചെയ്തു? മഴ വന്നു. സർദിയായി തണുപ്പ് വന്നു. ഭയങ്കര ആദി തൂഫാനായി ഭയങ്കരമായ കാറ്റും കൊടുങ്കാറ്റും വന്നു. ബർഫ് പടി മഞ്ഞ് വീണു. പർ പേടിനെ ലഡ്കിക്കോ ബച്ചായേ രഖ ഓർ ലഡ്കിനെ പേടിക്കോ. പക്ഷെ എന്താണ്? ഇതൊക്കെ വന്നിട്ട് എന്താണ്? മരം പെൺകുട്ടിയെ സംരക്ഷിച്ചു, അതുപോലെ പെൺകുട്ടി മരത്തെയും സംരക്ഷിച്ചു. ബച്ചായ എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക എന്നാണ് കേട്ടോ. കഹാനി പഠ്കർ സുനാവൂ. കഥ വായിച്ച് കേൾപ്പിക്കട്ടെ.
कभी लड़की पेड़ से पूछती तो कभी लड़की को अपने पत्तों से हवा का बहता राग सुनाता. എന്താ കഥ വായിച്ച് കേൾപ്പിക്കട്ടെ എന്ന് പെൺകുട്ടി ഒരിക്കൽ പെൺകുട്ടി മരത്തോട് ചോദിച്ചു. അതുപോലെ മറ്റൊരു സമയം മരം എന്ത് ചെയ്തു, അതിൻ്റെ പത്തേന്ന് വെച്ചാൽ എന്താ ഇലകളിലൂടെ ഹവ, കാറ്റിൻ്റെ ഒഴുകുന്ന ആ ഒരു സംഗീതം അവൾക്ക് കേൾപ്പിച്ചു കൊടുത്തു. ഹട്ടെ കട്ടെ ആത്മിയോം കെ സേഠ് നെ അജീബോ ഗരീബ് തർക്കീബേം ലഗായി. ആ ശക്തരായ മനുഷ്യർ വന്നു പറഞ്ഞില്ലേ മരം വെട്ടാനായിട്ട്, ആ മനുഷ്യരുടെ മുതലാളി എന്ത് ചെയ്തു, വിചിത്രമായിട്ടുള്ള വഴികൾ പ്രയോഗിച്ചു. ഈ കുട്ടി താഴോട്ട് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് അയാൾ പലവിധ വഴികളാണ് പ്രയോഗിച്ചത്. കഭി പേട് കെ നീച്ചെ ലൗഡ് സ്പീക്കർ പർ തേസ് ഷോർ മച്ചായ. എന്ത് ചെയ്തു, ഒരിക്കലും ആ മരത്തിന് താഴെ ലൗഡ് സ്പീക്കറിൽ വലിയൊരു ശബ്ദം ഉണ്ടാക്കി. കഭി പേട് കെ ഊപ്പർ ഹെലികോപ്റ്റർ ഉടാക്കർ ലഡ്കി കോ രാത് പർ ജഗായെ രഖ. എന്താണ്, ഒരിക്കലും എന്ത് ചെയ്തു, മരത്തിന് മുകളിൽ ഹെലികോപ്റ്റർ പറത്തി പെൺകുട്ടിയെ രാത്രി മുഴുവൻ എന്ത് ചെയ്തു, ഉറങ്ങാൻ അനുവദിക്കാതെ ഉണർത്തി നിർത്തി. അങ്ങനെ അവൾ ഉറങ്ങാനായിട്ട് സമ്മതിച്ചില്ല. തും ഹമാരി ദോസ്തി കഭി നഹി തോട് പായേങ്കെ. എന്താണ്, നിങ്ങൾക്ക് ഞങ്ങളുടെ സൗഹൃദം ഒരിക്കലും തകർക്കാൻ കഴിയില്ല. ലഡ്കി ബുലന്ദ് ആവാസ് മേ മുന്നേ കഹത്തി. പെൺകുട്ടി എന്ത് ചെയ്തു, വളരെ ഉറച്ച ശബ്ദത്തിൽ, ബുലന്ദ് ആവാസ് മാനെ ക്യാ ഹെ, വളരെ ഉറച്ച ശബ്ദത്തിൽ അവരോട് പറഞ്ഞു. എന്താണ്, നിങ്ങൾക്ക് ഞങ്ങളുടെ സൗഹൃദം എന്തൊക്കെ ചെയ്താലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും തകർക്കാനായിട്ട് കഴിയില്ല. ഉൻകി അനോഖി ദോസ്തി കാ കിസ്സ ദുനിയാ ഭർ മേ മഷ്ഹൂർ ഹോ ഗയ. അവരുടെ ആ ഒരു അപൂർവ സൗഹൃദത്തിൻ്റെ കഥ ലോകമെമ്പാടും പിന്നീട് എന്ത് ചെയ്തു, പ്രശസ്തമായി. ഉൻകെ ഇർദ് ഗിർദ് ഹസാറോം ലോക് ഇക്കട്ടാ ഹോനെ ലഗെ. എന്താണ്, അവർക്ക് ചുറ്റും ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടാനായിട്ട് തുടങ്ങി. ഹട്ടെ കട്ടെ ആദ്മിയോം और उनके सेठ को लड़की पेड़ उनकी दोस्ती और उनके हजारों दोस्तों से डर लगाने लगा था. എന്താണ്, ആ ശക്തരായ മനുഷ്യർക്കും അവരുടെ മുതലാളിക്കും ആ പെൺകുട്ടിയെയും മരത്തെയും അവരുടെ സൗഹൃദത്തെയും അവരുടെ ആയിരക്കണക്കിന് സുഹൃത്തുക്കളെയും കണ്ടപ്പോൾ എന്ത് ചെയ്തു, ഭയം തോന്നാനായിട്ട് തുടങ്ങിയിരുന്നു. 738 दिनों तक पेड़ काटने का इंतजार करने के बाद एक दिन वे आदमी चुपचाप वहाँ से जाने लगे. 738 ദിവസങ്ങൾ മരം വെട്ടാൻ കാത്തിരുന്ന ശേഷം ഒരു ദിവസം എന്ത് ചെയ്തു, ആ മനുഷ്യർ അവിടെ നിന്നും നിശബ്ദമായിട്ട് പോകാനായിട്ട് തുടങ്ങി. വാദാ കരോ യഹാം കെ കിസി ഭി പേഡ് കോ കഭി നഹി കാട്ടേങ്കെ. ഇവിടെയുള്ള ഒരു മരവും ഇനി ഒരിക്കലും വെട്ടില്ലെന്ന് നിങ്ങൾ വാഗ്ദാനം ചെയ്യുക. ആര് പറയുകയാണ്, ആ പെൺകുട്ടി പറയുകയാണ്. ലഡ്കീനെ സേഡ് സെ വാദാലേ ലിയ. പെൺകുട്ടി മുതലാളിയിൽ നിന്ന് എന്ത് ചെയ്തു, വാദാലേ ലിയ എന്ന് വെച്ചാൽ എന്താണ്, വാക്ക് വാങ്ങി. ഇനി അവിടെയുള്ള ഒരു മരവും എന്ത് ചെയ്യാൻ പാടില്ല, വെട്ടില്ലെന്ന് വാഗ്ദാനം ചെയ്യുക എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, ആ കുട്ടി ആ ഒരു മുതലാളിയിൽ നിന്ന് വാക്ക് വാങ്ങി. സാരേ പേഡ് ബച്ച് ഗയേ. അങ്ങനെ എന്ത് ചെയ്തു, അവിടെയുള്ള എല്ലാ മരങ്ങളും രക്ഷപ്പെട്ടു. ഉസ് ലഡ്കി കാ നാം ജൂലിയ ഹെ, ഉസ് പേഡ് കാ നാം ഹെ ലൂണ. ആ പെൺകുട്ടിയുടെ പേരാണ് എന്ത്, ജൂലിയ. ജൂലിയ എന്നാണ് പെൺകുട്ടിയുടെ പേര്. അതുപോലെ അതിൻ്റെ ആ മരത്തിൻ്റെ പേരാണ് എന്ത്, ലൂണ. ദോനോം ആജ് ഭി പക്കേ ദോസ്ത് ഹെ. ഇരുവരും എന്താണ്, എന്നും ഉറ്റ സുഹൃത്തുക്കളാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പേജിൽ തന്നെ ജൂലിയ എന്ന് പറയുന്നത്, ജൂലിയ ലൂണ എന്ന് പറയുന്ന ഒരു കഥ ഇതിങ്ങനെ നേഹ സിംഗ് എഴുതിയിട്ടുണ്ടെങ്കിലും ഇത് യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ജൂലിയ എന്ന് പറയുന്ന പെൺകുട്ടി യഥാർത്ഥത്തിലൊരു കുട്ടിയാണ്, ആ കുട്ടി ചെയ്തിട്ടുള്ളൊരു കാര്യമാണത്. അപ്പോൾ നെക്സ്റ്റ് പേജിൽ തന്നെ ആ ജൂലിയ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കാര്യം എഴുതിയിട്ടുണ്ട് കേട്ടോ. ജൂലിയ ലോറൻ ഹിൽ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. अब എന്താ, ജൂലിയ लॉरेन हिल का जन्म 18 फरवरी 1976 को मिसूरी के माउंट वेर्नोन में हुआ. ജൂലിയ ലോറൻ ഹിൽ എന്താണ്, 1974 ഫെബ്രുവരി 18 യുഎസിലെ മിസോറിയിലെ മൗണ്ട് വെർണോണിലാണ് ജനിച്ചത്. ആപ് ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ കെ നാം സെ ജാനി ജാത്തി ഹെ. അവൾ എന്താണ്, ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. आप एक सफल लेखिका, അമേരിക്കി പര്യാവരൺ കാര്യകർത്ത और പ്രേരക് വക്ത ഹെ. അവളൊരു വിജയകരമായ ഒരു എഴുത്തുകാരിയാണ്, അതുപോലെ തന്നെ അമേരിക്കൻ പരിസ്ഥിതി പ്രവർത്തകയും പ്രചോദനാത്മകമായിട്ടുള്ള ഒരു പ്രഭാഷകയുമാണ്. आप जंगलों पेड़ों की कटाई रोकने के लिए 10 दिसंबर 1997 और 18 दिसंबर 1999 के बीच
738 दिन 200 फुट ऊंचे लगभग 1000 साल पुराने കാലിഫോർണിയ റെഡ്വുഡ് പേഡ് में रही. എന്താ വനങ്ങളും മരങ്ങളും ഒക്കെ വെട്ടി മാറ്റുന്നത് തടയാനായിട്ട് 1997 ഡിസംബർ 10-നും 1999 ഡിസംബർ 18-നും ഇടയിൽ ഒരു 738 ദിവസത്തോളം 200 അടി, അതായത് ഒരു 61 മീറ്റർ ഉയരമുള്ള ഏകദേശം 1000 വർഷം പഴക്കമുള്ള കാലിഫോർണിയ റെഡ്വുഡ് മരത്തിലാണ് അവൾ കഴിഞ്ഞത്. जूलिया पेड़ के शीर्ष के पास एक तंबू में रही थी ताकि पैसिफिक लंबर कंपनी के ലട്ടഹാരെ ഇसे काट न सके. എന്താ പസഫിക് ലംബർ കമ്പനിയുടെ മരംവെട്ടുകാർക്കത് വെട്ടിമാറ്റാൻ കഴിയാത്ത വിധം ജൂലിയ എന്താണ് ആ മരത്തിൻ്റെ മുകൾ ഭാഗത്തിനടുത്തൊരു കൂടാരത്തിലാണ് താമസിച്ചിരുന്നത്. നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചല്ലേ, ഒരു കിളിക്കൂട് പോലെ അവൾ അവളുടെ കൂടുണ്ടാക്കി എന്ന് പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെ ഒരു കൂടാരം ഉണ്ടാക്കി അവിടെയാണ് അവൾ താമസിച്ചിരുന്നത്. വേ അന്തത് पेड़ को बचाने के लिए लंबर कंपनी के साथ एक समझौते पर पहुंची. എന്താണ് ഒടുവിൽ ആ ഒരു മരം സംരക്ഷിക്കാനായിട്ട് അവൾ ലംബർ കമ്പനിയുമായിട്ടൊരു കരാറിലെത്തി. വഹ് പേഡ് പ്യാർ സെ ലൂണ കെ നാം സെ ജാനാ ജാതാ. ആ മരം എന്താണ് സ്നേഹത്തോടെ ലൂണ എന്ന് അറിയപ്പെട്ടിരുന്നു. जूलिया ने सन 2000 में अपने पेड़ पर बैठने के अनुभव के बारे में एक किताब प्रकाशित की. नाम है द लेगसी ऑफ लूണ. 2000 തൻ്റെ മരത്തിലിരുന്ന അനുഭവത്തെക്കുറിച്ചിട്ട് ജൂലിയ ഒരു പുസ്തകം പിന്നീട് പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ പേരാണ് ദ ലെഗസി ഓഫ് ലൂണ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു മനോഹരമായിട്ടുള്ള ഈ ഒരു ചാപ്റ്റർ, ഈ ജൂലിയ ഓഫ് ലൂണ എന്ന് പറയുന്നത് ഇത്രയാണ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് വരുന്നത്. അപ്പോൾ നല്ലൊരു പരിസ്ഥിതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഒരുപാട് മെസ്സേജസ് നമുക്കിതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ഇതൊരു യഥാർത്ഥത്തിൽ നടന്ന സംഭവം കൂടിയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ കൂടിയാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. കുട്ടികൾ എന്താണ് ചെറുതിലേ മുതലേ തൻ്റെ പ്രകൃതിയെ സ്നേഹിച്ച് വളരുക എന്നുള്ളതിൻ്റെ ഒക്കെ ഒരു മെസ്സേജായിട്ട് നമുക്കിതിനകത്ത് കാണാം. എന്താണ് പ്രകൃതിയിൽ നടക്കുന്ന ഒരുപാട് ചൂഷണങ്ങളൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് വളരുന്നവരാണല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇൻസ്പിറേഷൻ സ്റ്റോറിയൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നമുക്കും എന്താണ് അങ്ങനെ നമ്മുടെ എൻവയോൺമെൻറ്റിന് ഒരു റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉണ്ടാകാനായിട്ട് സഹായിക്കും. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് പാർട്ടിൽ ഇതിൻ്റെ നോട്ട്സ് കൂടി ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സ്പ്ലനേഷൻ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.